പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്കും ഡോക്ടറാകാം, നിങ്ങളുടെ ഡോക്ടർ. ആലുവ അദ്വൈതാശ്രമം വളരെയേറെ പ്രശസ്തമായ ഒരു ശ്രീനാരായണ താപസ കേന്ദ്രമാണ്. അദ്വൈതാശ്രമത്തിൻ്റെ ഇപ്പോഴത്തെ അധിപതി സ്വാമി ധർമ്മചൈതന്യയാണ്. ഏറെ വർഷങ്ങളായി എനിക്ക് അദ്ദേഹത്തെ അറിയാം. ശ്രീനാരായണ ധർമ്മത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള അദ്ദേഹവുമായി യൂട്യൂബിൽ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. നിങ്ങളത് കാണണം. അറ്റ് എബാക് മീഡിയ. അതിൽ രോഹിത് എസ് ആണ് സ്വാമിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, ഈ മദ്യവും മാംസവും എല്ലാം വെച്ച് ആരാധിക്കുന്ന പ്രതിഷ്ഠകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. അപ്പോൾ സ്വാമി അതിന് പറയുന്ന മറുപടി, അധമദേവതകളെ ആരാധിക്കുന്നതിന് എതിരായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച നാഗർകോവിലിന് സമീപം കോട്ടാർ എന്ന് പറയുന്ന സ്ഥലത്ത് പിള്ളയാർ കോവിൽ എന്ന കോവിൽ ഗുരു അവിടെ പ്രതിഷ്ഠയ്ക്ക് ചെന്നപ്പോൾ അവിടെ ഏതാനും തെരുവുകളിലായി 10-40ഓളം ഇത്തരം മൂർത്തികളെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് അവിടെ നിലനിന്നിരുന്നത്. ഗുരുദേവൻ ആ മൂർത്തികളെ എല്ലാം എടുത്ത് ഒരു ഭാരവണ്ടിയിൽ കയറ്റിക്കൊണ്ട് അത് കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയി കളയുവാനായിട്ട് ഗുരു നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ അതിനെല്ലാം മാറ്റിക്കൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇപ്പോൾ ഈ സാത്വിക ദേവതകളെ പ്രതിഷ്ഠിക്കുന്ന ഒരു സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം രോഹിത് ചോദിക്കുന്നത്, അതേപോലെ ശ്രീനാരായണ ഗുരു മത്സ്യമാംസാദികളെല്ലാം കഴിക്കുന്നതിനെതിരായിരുന്നു. പക്ഷേ ഒരു പ്രമുഖനായ സാഹിത്യകാരൻ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ ശ്രീനാരായണ ഗുരു മത്സ്യം കഴിക്കുമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മത്സ്യം കഴിക്കുന്നതിനെക്കുറിച്ച്, മാംസം കഴിക്കുന്നതിനെക്കുറിച്ച് ഉള്ള ചോദ്യത്തിന് ശ്രീനാരായണ ഗുരു എങ്ങനെ പ്രതികരിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് സ്വാമികൾ പറയുന്നത്, ശ്രീനാരായണ ഗുരുദേവൻ മത്സ്യമാംസാദികൾ കഴിച്ചിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അദ്ദേഹം മത്സ്യമാംസാദികളെ നിശിതമായി എതിർത്തിരുന്ന ഒരാളാണ്. കഴിക്കരുത് എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു മരിച്ച വീട്ടിൽ പോയാൽ കുളിക്കണമല്ലോ, എത്ര പ്രാവശ്യം കുളിക്കണം? ഒരു പ്രാവശ്യം കുളിക്കണം. ഗുരു വീണ്ടും ചോദിച്ചു, ശവത്തെ തൊട്ടാലോ? അപ്പം മൂലൂര് പറഞ്ഞു, 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഗുരു ചോദിച്ചത് ശവം തിന്നാലോ എന്നാണ്. നിരവധി കാര്യങ്ങൾ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് അറിയാനായിട്ട് ആ ഇൻ്റർവ്യൂ നിങ്ങളെ സഹായിക്കും. കേരളം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ധീരനായ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരു. പൂർണ്ണമായും അഹിംസയിൽ ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന അനുകമ്പയോടെ സകല ജീവജാലങ്ങളെയും തന്നെപ്പോൾ സർവപ്രാണിയും എന്ന വേദമന്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് കണ്ടിരുന്ന അദ്ദേഹം ഒരു ധീരനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, സ്വാതന്ത്ര്യ സമര നേതാവായിരുന്നു. അയിത്തത്തിനെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, ധീരമായ അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ ഓരോന്നും 100% അഹിംസയിലൂന്നിയായിരുന്നു. കൈകണ്ട വൈദ്യനായിരുന്നു അദ്ദേഹം. എല്ലാ ചികിത്സകളും പരാജയപ്പെട്ട് സങ്കടത്തിലായിരുന്ന അനേകരെയാണ് അദ്ദേഹം ചെറിയ ചെറിയ പ്രയോഗങ്ങളിലൂടെ രക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോഴും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ശിവഗിരി പരമ്പരാഗത വൈദ്യന്മാർക്ക് അകമഴിഞ്ഞ പിന്തുണയാണ് നൽകുന്നത് എന്നതിൽ സന്തോഷമുണ്ട്. കാരണം നല്ലൊരു ശതമാനം കേരളത്തിലെ പരമ്പരാഗത വൈദ്യന്മാരും ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായികളാണ്. അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചെടുത്തവരും അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചെടുത്തവരിൽ നിന്ന് പഠിച്ചെടുത്തവരുമൊക്കെയാണ്. പക്ഷേ കച്ചവട വൈദ്യത്തിന്
100% കമേഴ്ഷ്യലൈസ്ഡ് ചെയ്യപ്പെട്ട, കച്ചവടവൽക്കരിക്കപ്പെട്ട ചികിത്സകൾക്ക് പരമ്പരാഗത വൈദ്യന്മാരെ പച്ചമരുന്നുകൾ കൊണ്ട്, ഒറ്റമൂലികൾ കൊണ്ട്, ഭക്ഷണക്രമം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് രോഗങ്ങൾ മാറ്റുന്നവരെ അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ലല്ലോ. ഓരോ രോഗവും വരുമാനമുണ്ടാക്കാനുള്ള മാർഗമായി കാണുന്നതാണ് ഇന്നത്തെ കച്ചവട ചികിത്സകൾ, പ്രത്യേകിച്ച് അലോപ്പതി. കടന്നു വരുന്ന ഓരോ രോഗിയിൽ നിന്നും എത്രത്തോളം വരുമാനമുണ്ടാക്കാമെന്നുള്ള ഗവേഷണമാണ് ഇന്ന് ചികിത്സാ രംഗത്ത് പ്രധാനമായി നടക്കുന്നത്. അതിൻ്റെ പ്രയോഗവുമാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. രോഗത്തെ ലാഭമാക്കുക, രോഗത്തിൽ നിന്ന് പരമാവധി ലാഭമുണ്ടാക്കുക, പരമാവധി ലാഭമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളിലൂടെ, ചികിത്സകളിലൂടെ കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കുക, പിന്നെയും കൂടുതൽ ചികിത്സകൾ വിൽക്കുക, സർജറി, ഓപ്പറേഷനുകൾ വിൽക്കുക, ലാബ് ടെസ്റ്റുകൾ വിൽക്കുക, പരമാവധി ലാബ് ടെസ്റ്റുകൾ ചെയ്യിക്കുക. പലപ്പോഴും രോഗിയും സന്തോഷത്തിലായിരിക്കും. രോഗിയുടെ മനോദൗർബല്യമാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്നുള്ളൊരു പേടി. ഡോക്ടർ അത് കണ്ടുപിടിച്ച് ചികിത്സിച്ച് തന്നെ രക്ഷിച്ചു തരുമെന്നാണ് പാവൻ രോഗിയുടെ മൂഢവിശ്വാസം. ഡോക്ടറുടെ കയ്യിലിരിക്കുന്ന മരുന്നുകൾ തന്നെ അങ്ങ് രക്ഷിച്ചു കളയും എന്നാണ് പാവൻ രോഗിയുടെ തെറ്റിദ്ധാരണ. ഡോക്ടറെ രക്ഷിക്കാത്ത മരുന്നുകളാണ് ഡോക്ടറുടെ കയ്യിലുള്ളത്. സാധാരണ രോഗികൾ 74 വയസ്സ് ശരാശരി ജീവിക്കുന്ന കേരളത്തിൽ അലോപ്പതി ഡോക്ടർമാരുടെ ശരാശരി ആയുസ് 61.75, 62 വയസ്സിൽ താഴെയാണ്. IMAയുടെ കണക്കാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ അവരുടെ ഡോക്ടർമാരെക്കുറിച്ച് പഠിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കണക്കാണ്. ലൈഫ് എക്സ്പെക്റ്റൻസി ഓഫ് എ മലയാളി ഡോക്ടർ. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. ഇന്ത്യയിലും ലോകത്തെ നല്ലൊരു ശതമാനം ഭാഗങ്ങളിലും ഡോക്ടർമാരുടെ ആയുസ് സാധാരണ ജനങ്ങളെക്കാൾ 10, 14, 15 കൊല്ലം കുറവാണ്. സ്വന്തം മരുന്നുകൾ സ്വയം രക്ഷിക്കുന്നില്ല എന്ന് തിരിച്ചറിയുന്ന ഡോക്ടർമാരിൽ നല്ലൊരു പങ്കും ഇന്ന് പ്രകൃതി ചികിത്സയും ആയുർവേദവും ഹോമിയോയും എല്ലാം ചെയ്യുന്നവരാണ്. ഒരു ഡോക്ടർക്കും തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും രോഗങ്ങൾ മാറ്റിക്കൊടുത്ത് സുഖമാക്കി നമ്മളെ കാണിച്ചു തരാൻ സാധിക്കുന്നില്ല. കുടുംബാംഗങ്ങളെ രോഗികളല്ലാതെ ആരോഗ്യത്തോടെ ജീവിപ്പിക്കാൻ കഴിയുന്നില്ല. ഞാൻ ക്ലാസ്സിന് പോയിട്ടുള്ള വലിയ സ്കൂളുകളിലെ ടീച്ചർമാർ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളെപ്പോഴും അത്ഭുതത്തോടെ സംസാരിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്, ഇതെന്താ ഈ ഡോക്ടർമാരുടെ കുട്ടികൾക്ക് എപ്പോഴും രോഗമാണല്ലോ, ഡോക്ടർമാരുടെ കുട്ടികൾ എപ്പോഴും ലീവിലാണ്, സിക്ക് ലീവ്. ഇപ്പോഴാണ് മനസ്സിലായതെന്ന് പറയും. അത് തായ്ലാൻഡിലും ഞാൻ കേട്ടിട്ടുണ്ട്, വിയറ്റ്നാമിലും കേട്ടിട്ടുണ്ട്, സ്വിറ്റ്സർലാൻഡിൽ ക്യാമ്പ് നടത്തുമ്പോഴും കേട്ടിട്ടുണ്ട്, ഓസ്ട്രേലിയയിലും കേട്ടിട്ടുണ്ട്, പലയിടത്തും കേട്ടിട്ടുണ്ട്, കേരളത്തിൽ മാത്രമല്ല. അപ്പോൾ കച്ചവട വൈദ്യത്തെക്കാൾ ഉപരി ജനങ്ങളുടെ ഇടയിൽ അവരിലൊരാളായി ജീവിച്ച് അവരെ സഹായിച്ചിരുന്ന ശ്രീനാരായണ ഗുരു പരമ്പരകളുടെ പ്രാദേശികമായി ഉരുത്തിരിഞ്ഞിരുന്ന ചികിത്സകൾ, അതുപോലും രണ്ടാമത്തെ സ്ഥാനത്തേക്ക് വെച്ച് ആദ്യം നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ശ്രീനാരായണ ഗുരുവും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ നമ്മുടെ ജീവിതത്തെ രോഗസാഹചര്യങ്ങളില്ലാത്തതാക്കുക. നമ്മുടെ ജീവിതത്തിലുള്ള രോഗസാഹചര്യങ്ങളെ ഒഴിവാക്കുക. അതൊഴിവാക്കാതെ രോഗസാഹചര്യങ്ങളിലൂടെ നടന്ന് ചാരായം കുടിച്ച്, കോളകൾ കുടിച്ച്, ജങ്ക് ഫുഡുകൾ കഴിച്ച്, പഞ്ചസാരയും മൈദയും വനസ്പതിയും അടങ്ങിയ സകല സാധനങ്ങൾ, മിഠായി, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, ബേക്കറി സാധനങ്ങൾ, ഹലുവ, ജിലേബി, ഇങ്ങനെയുള്ള പാഷാണങ്ങൾ കഴിച്ച് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായി. ആ ഇൻഫ്ലമേഷൻ കൂടിക്കൂടി വന്ന് അവയവങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ദുരവസ്ഥയുണ്ടായി.
അതിൻ്റെ ലക്ഷണങ്ങളെ രോഗങ്ങളാണെന്ന് വിളിച്ച് അതിനേതെങ്കിലും ഒരു മായാജാല ഗുളികകൾ, മന്ത്രവാദ ഗുളികകൾ, മാജിക് റെമഡികൾ പരിഹാരം തരുമെന്ന് കരുതി ആശുപത്രികളിലേക്ക് ഓടുന്ന വിഡ്ഢികളായ, അത് പറയുന്നത് ശരിയല്ല, വിഡ്ഢികളെന്ന് പറയുന്നത് ശരിയല്ല, പഠിച്ച വിഡ്ഢികളായ എന്ന് തന്നെ പറയേണ്ടതായി വരും. പഠിച്ച വിഡ്ഢി എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് പഠിച്ച വിഡ്ഢിയുണ്ട്, പ്രീ ഡിഗ്രി എടുത്തുണ്ട്. അതല്ല, ഇത് ഡിഗ്രി എടുത്ത, ഡിഗ്രിക്ക് മേൽ ഡിഗ്രി എടുത്ത, PhD നേടിയ പമ്പര വിഡ്ഢികളുടെ നാടാണ് നമ്മുടെ നാട്. രോഗകാരണങ്ങളെ ഉള്ളിലേക്ക് സ്ഥിരം ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് രോഗം ഉണ്ടായിക്കഴിയുമ്പോൾ ആശുപത്രിക്കാർ രക്ഷിക്കുമെന്ന് കരുതി അങ്ങോട്ട് പോയി ലക്ഷങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് ദുരിതം സഹിച്ച് ചത്തൊടുങ്ങുക. ആളുകളുടെ ഒരു അന്ധവിശ്വാസം, ആശുപത്രിയിലിരിക്കുന്ന മെഷീനുകൾ തങ്ങളെ രക്ഷിക്കും, ആശുപത്രികൾ തങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ്, ഡോക്ടർമാർ രക്ഷകരാണ് എന്ന് കരുതുന്നവരാണ് ജനങ്ങൾ. ഡോക്ടർക്കൊന്നും നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല. നമ്മുടെ ഉള്ളിലുള്ള പ്രാണനെ രക്ഷിക്കാൻ നമ്മുടെ ജാഗ്രതയോടുള്ള ജീവിതം തന്നെയാണ് വേണ്ടത്. അതിനും അപ്പുറത്തേക്ക് സംഭവിക്കുന്ന ചില ആക്സിഡൻറ്റുകൾ, അപകടങ്ങളിൽ മാത്രമാണ് ഡോക്ടർമാർക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കുക. സഹായമാണ് ചെയ്യുന്നത്. ആക്സിഡൻറ്റ് പറ്റി ആശുപത്രി കിടന്ന് ഒരാഴ്ച കൊണ്ട് മരിക്കുന്നവരുണ്ട്, 2 ആഴ്ച കൊണ്ട് മരിക്കുന്നവരുണ്ട്, 1 മാസവും 2 മാസം കൊണ്ട് മരിക്കുന്നവരുണ്ട്, വർഷങ്ങൾ അബോധാവസ്ഥയിൽ കിടക്കുന്നവരുണ്ട്. അതുകൊണ്ട് രക്ഷ ഡോക്ടറോ ചികിത്സാ രീതികളോ അല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള പ്രാണന് ഈ ശരീരത്തിൽ പുലരുവാനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കുന്നുണ്ടോ? അതുകൊണ്ട് സ്വാമി ധർമ്മചൈതന്യയുടെ വാക്കുകൾ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്വം നാം കേരളീയർ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്നു മാത്രമല്ല, ശ്രീനാരായണ ഗുരുവിനെ പറഞ്ഞു നടക്കുന്ന ചിലരെങ്കിലും കള്ളുവിറ്റ് നടക്കുന്നവരും മദ്യമുതലാളിമാരും ബാർ ഹോട്ടൽ ഉടമകളും അതേപോലെ തന്നെ ഇറച്ചിയും മത്സ്യവും മുട്ടയുമൊക്കെ കഴിച്ച് ഗുരുപാദം ജയിക്കണമെന്ന് പറയുന്നവർ, മത്സ്യമാംസാദികൾ കഴിക്കുന്നവരുടെ ശ്വാസമേൽക്കുന്നത് പോലും നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശുദ്ധമായൊരാഹാരത്തിൻ്റെ, ശുദ്ധമായ ചിന്തകളുടെ, ശുദ്ധമായ പ്രാർത്ഥനകളുടെ, ശുദ്ധമായ വാക്കിൻ്റെ, ശുദ്ധമായ പ്രവർത്തികളുടെ ആകത്തുകയാണ് ശ്രീനാരായണ ദർശനം. അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ മനുഷ്യവംശത്തിൻ്റെ ഗുരുവായി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. പ്രസ്ഥാനങ്ങളിൽ നിന്നുകൂടി ശ്രീനാരായണ ഗുരുവിനെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.